ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് ഒന്നിലധികം ആൾക്കാരെ ചെയ്യേണ്ട ജോലി ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയ ഏതോ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കുന്ന ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് രൂപം കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് നിങ്ങളിവിടെ തുടക്കം കുറിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഒരു ബ്രില്യൻ സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം നിങ്ങളിലേക്ക് വരുന്ന ഒരു സക്സസ് ആയിരിക്കാം ഇത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് സക്സസ് ആകാനുള്ളൊരു സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്കൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വേൾഡ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാമായി എന്നൊരു ചിന്തയാണ്. അത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരുന്നാണ് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ മനസ്സുകൊണ്ട് ഒരു തൃപ്തിയൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ്. ഞാൻ ഓക്കെ ആണ് എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു മനസ്സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാനുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരു പൂർണ്ണതയിലെത്തിയ തോന്നലൊക്കെ ഈ സമയം ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രൗഡായിട്ട് തോന്നുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മളെക്കുറിച്ച് ആദ്യം പ്രൗഡായിട്ട് ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റി, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ പലപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നാണ്. നമ്മൾ നമ്മളെ താഴ്ത്തി കാണാതിരിക്കുക. ഇപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവർക്കും വരും. നമ്മളത് ക്ഷമിച്ചു കൊടുക്കുക. നമ്മളോട് ഫൊർഗീവ്നെസ് നമ്മൾ തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗിൽറ്റി ഫീലിംഗ് ഒന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് തെറ്റുകളിൽ നിന്നുമാണ് നമ്മൾ ശരിയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇതിൽ
നിങ്ങൾക്കും എൻലൈറ്റ്മെൻറ്റിലേക്കൊക്കെ പോകാമെന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പൂർണ്ണതയിലേക്ക് പോകാൻ പറ്റും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് ഏസ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ക്ലിയർ വിഷനാണ്. പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് നിങ്ങൾ കൃത്യമായിട്ട് അത് എത്തേണ്ടിയിടത്ത് എത്തുമെന്നുള്ളതാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പോൾ വാക്കൊക്കെ കൊടുത്താൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇവിടെ പാലിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന കാര്യമായാൽ പോലും ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം കൃത്യമായിട്ടും നടക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുവെന്നും കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു എനർജി ഈ സമയം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടിരിക്കാനും അതുപോലെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ ഈ ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ്. ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ വേണമെന്നുള്ളത് അതിൽ നിങ്ങളൊരു തീരുമാനമെടുത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാനും ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. പിന്നെ ഇവിടെ പേജ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരെ വരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾക്ക് മാറ്റിക്കളയാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ അത് എന്ത് തടസ്സമായാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്ത് തടസ്സവും വന്നോട്ടെ, എനിക്ക് ആ ഒരു ബ്ലോക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനം നിങ്ങൾ ഈ ഒരു സമയം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള എന്തോ ഒരു കാര്യം അത് ഈ സമയം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാവാം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നതാവാം. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം ഇത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, ക്ലോസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കാം. അതെങ്ങനെ ചെയ്യണം, പൂർണ്ണമായിട്ട് നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിലിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല എന്നാണ്. നിങ്ങൾ വിചാരിച്ചാൽ അത് പറ്റുമെന്ന് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ചിലപ്പോൾ ഡീൽ ചെയ്യുന്നതാകാം. അപ്പോൾ അത് എങ്ങനെയെന്ന് ആലോചിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ വളരെ ആലോചിച്ച് കൃത്യമായിരിക്കണം നിങ്ങളുടെ ആ ഒരു ഇടപെടൽ എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് സ്ട്രെങ്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ പവർ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും സ്ട്രെങ്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം ഈ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി നിങ്ങൾ പറയുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ബോസിനോടൊരു കൃത്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അത് പറയാൻ പറ്റുന്നതാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് അത് വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റുന്നതുമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാവാം. അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ സംസാരിക്കാൻ ഈ സമയം നിങ്ങൾക്ക് പറ്റുന്നതുമാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു സ്ട്രെങ്ത് അത്
പാസ്റ്റിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലായിരുന്നു എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അത്ഭുതം തോന്നും. എനിക്കിങ്ങനെ ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റി, അങ്ങനെ ഒരു തോന്നലൊക്കെ ശരിക്കും ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചതിനേക്കാൾ സ്ട്രോങ് ആണ് നിങ്ങളെന്ന് ഈ സമയം നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കുറേ കാലം കൊണ്ട് ഇപ്പോൾ അടക്കി വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ അത് എത്ര അടക്കി പിടിച്ച് വയ്ക്കാൻ ശ്രമിച്ചാലും ചില സമയങ്ങളിൽ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ഒരു സമയം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ സുന്ദരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സ്ട്രെങ്ത് എത്രമാത്രമാണെന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ സോൾ പവറിൽ ഇരിക്കുക. നിങ്ങളുടെ സോളുമായിട്ടൊന്ന് കണക്റ്റഡ് ആകുന്നത് നല്ലതായിരിക്കും എന്നാണ്. അപ്പോൾ സോളിൻ്റെ ഗുണമെന്ന് പറയുന്നത് ശരിക്കും കാം ആൻഡ് കൂൾ എനർജിയാണ്. ഒരു ഫ്രസ്ട്രേഷനോ ദേഷ്യമോ അങ്ങനെയൊന്നും തന്നെയില്ല. നമ്മളുടെ സോൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മെരുക്കിയെടുക്കണമെന്നാണ് ഇതിൽ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ പവർ എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ്. പിന്നെ ഇവിടെ ഹൈ പ്രിസ്റ്റസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡിവൈനിൽ നിന്ന് ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുമെന്നാണ്. ഇതിൽ കുറേ ആളുകൾക്കും ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ പാസ്റ്റിൽ ചോദിച്ചിരുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സമയം ഒരു ഇൻഡ്യൂഷനായിട്ടൊക്കെ നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതിനെക്കുറിച്ച് ഒരു മെസ്സേജ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് വേറെ ആരുടെയെങ്കിലും ഒരു മെസ്സേജിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാം. അത് ചിലപ്പോൾ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾക്കൊരു യൂട്യൂബ് വീഡിയോ പോലെ എന്തെങ്കിലും അയച്ചു തരുന്നതോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇത് അറിയാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, അറിയാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ കഴിവും ശക്തിയും ഒക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികാട്ടി നിങ്ങളുടെ സോൾ തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ വെറും തോന്നലുകളാക്കി അവഗണിക്കാതിരിക്കുക എന്നാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വളർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഇൻറ്റ്യൂഷൻസ് അത് നിങ്ങൾ പൂർണ്ണമായും ഈ ഒരു സമയം വിശ്വസിക്കുക. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് അത് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സ്റ്റാറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഹീലിംഗിൻ്റെ കാർഡാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ അത് ബ്രൈറ്റ് ആകുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു സമയമുണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസം അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ശരിക്കും പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ആ ഒരു സമയമെല്ലാം ഇവിടെ എൻഡായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ജീവിതം മുഴുവൻ നമ്മൾ പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇനി ചലഞ്ച് വരില്ല എന്നൊന്നും ചിന്തിക്കരുത്. നമുക്ക് എന്ത് വന്നാലും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു കരുത്ത്, ആ ഒരു മനക്കരുത്ത് നമുക്കുണ്ടാവണം എന്നാണ്. അതിനാണ് നമുക്ക് വിശ്വാസം വേണം, പ്രാർത്ഥനകൾ വേണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ
നമ്മളെ രക്ഷിക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മൾ ഗൈഡഡ് ആണ് എന്നൊക്കെയുള്ളൊരു ചിന്ത തന്നെ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്കത് ഓവർകം ചെയ്യാനുള്ളൊരു ധൈര്യം നമുക്ക് തരും. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ വയ്ക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഹീലിങ്ങിൻ്റെ കാർഡ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഹീല് ചെയ്യാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്. സെൽഫായിട്ടുള്ള ഹീലിംഗ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരിപ്പോൾ ഹീല് ചെയ്യാനൊക്കെയുള്ള കഴിവുള്ളവരുണ്ട് ഇതിൽ, മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ കഴിവുള്ളവർ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഹീല് ചെയ്ത് കൊടുക്കാൻ കൂടി നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പവർ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഹീല് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ലൈഫ് പർപ്പസൊക്കെ തേടി നടക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പർപ്പസിലുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റി ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങളൊന്ന് തളർന്നിരിക്കുന്നത് കാണാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ തളർന്നിരുന്നാൽ അവർ സന്തോഷിക്കും. അങ്ങനെയല്ല, നമ്മൾ സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കിയാൽ ആരും തന്നെ നമ്മളോട് ഒരു തരത്തിലുള്ള മത്സരത്തിനോ മറ്റൊന്നിനും വരാൻ പോകുന്നില്ല. കാരണം അവർക്ക് പേടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ ആര് ശ്രമിച്ചാലും നിങ്ങൾ അവിടെ തന്ത്രപൂർവ്വം പെരുമാറുക എന്നുള്ളതാണ്. നമ്മളൊന്ന് കാമായിട്ടിരിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. ഇതൊരു പരീക്ഷണമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ സംസാരം കൊണ്ട് മറ്റൊരാളിനോട് എതിരിടാൻ പോകാതിരിക്കുക എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 9 ഓഫ് വാൻസിൽ നിങ്ങളിതുവരെ ഉണ്ടാക്കിയെടുത്ത എന്തൊക്കെയോ കാര്യങ്ങൾ, അത് ചിലപ്പോൾ നിങ്ങളുടെ സമ്പാദ്യമാകാം, ചില വിശ്വാസങ്ങളാകാം, നിങ്ങൾ പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന എന്തുമാകാം, അത് നഷ്ടപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ വന്നാലും അതിനെ ഒന്ന് മറികടക്കാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടൊന്ന് ഇരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്തായാലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഇപ്പോൾ നിങ്ങളുടെ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അങ്ങനെയൊക്കെ തീരുമാനമെടുക്കുമ്പോൾ അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങൾ ആലോചിച്ച് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ്. പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ സമയം നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലും പെട്ടെന്ന് നിങ്ങൾക്ക് വിഷമം തോന്നാം. ശരിക്കും നിങ്ങളൊരു ദിവാസ്വപ്നമൊക്കെ കാണുന്ന ഒരു എനർജിയാണ് ഇതിൽ. അതുപോലെ ഒരു പുതിയ പ്രണയം അത് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട് ഈ ഒരു സമയം. ഇത് ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രണയമല്ല ഇതിനകത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് പെട്ടെന്ന് വന്നു പോകുന്ന ഒരു പ്രണയം അത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനാൽ തന്നെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കാതിരിക്കുക എന്നൊരു മെസ്സേജാണ് ഇതിൽ നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ചോയ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇതിലെല്ലാം നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല. അപ്പോൾ ഇതിൽ കുറേ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ്. ശരിക്കും ഏതൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് മാത്രം തിരഞ്ഞെടുക്കണമെന്നാണ് ഇതിൽ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേയധികം ഓപ്ഷൻസ് ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം. ഇങ്ങനെ ഒരു കാര്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ പാസ്റ്റിൽ വിചാരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് ഒരുപടി മേലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയം വരുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല നിങ്ങൾക്കറിയേണ്ട ചില കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റിയൊക്കെ ഈ ഒരു സമയം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് സംശയം മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്,
ഇതിങ്ങനെയാണോ അല്ലെങ്കിൽ ഇത് അങ്ങനെയാണോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾക്കൊരു സംശയം മാത്രമാണ് ഉള്ളതെങ്കിൽ ആ ഒരു കാര്യം ഇങ്ങനെയല്ല, നിങ്ങൾ വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം കറക്റ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അന്ന് സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ ചില അഡിക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് ചില ആളുകൾക്ക്. അപ്പോൾ ആ ഒരു അഡിക്ഷൻസിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ്. ചില ആൾക്കാർക്ക് ഇത് ഉപേക്ഷിക്കണമെന്നാണ് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത്. അത് ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. അപ്പോൾ അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ കുറേ വേണ്ടാത്ത ഹാബിറ്റ്സ് ഒക്കെയുള്ള ആളുകൾ അതൊന്ന് മാറ്റിക്കളയണം എന്നുകൂടി നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ പരിവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു തിരിച്ചറിവായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് അതിന് ഫലം കാണുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതെന്തെങ്കിലും പ്രാർത്ഥനകളോ നിങ്ങൾ ചെയ്ത സ്പിരിച്വൽ വർക്ക് അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു നല്ല ഫലം അതിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ വലിയൊരു പരിവർത്തനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ മാറ്റാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത ഏതോ ഒരു കാര്യം അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഫലം തന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളത് വീണ്ടും മുന്നോട്ട് തുടരാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പഴയ ബിലീഫ് സിസ്റ്റം ഒക്കെ നിങ്ങളൊന്ന് മാറ്റിക്കളയാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. അത്തരത്തിൽ തീരുമാനമെടുത്ത ആളുകളുടെ ഒരു എനർജിയും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിന്താഗതികളൊക്കെ ആകെ ഒന്ന് മാറി എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഇനി വേണ്ട എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കാം, ചില റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതത്തിന് നല്ലതല്ലാത്ത ഒരു കാര്യം അത് പൂർണ്ണമായും ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ ചിലപ്പോൾ നിങ്ങൾ തീരുമാനിച്ചതുമാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ പാസ്റ്റിൽ കുറേ സന്തോഷങ്ങൾ, നിങ്ങൾ അനുഭവിച്ച കുറേ സന്തോഷങ്ങൾ അത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതൊരു കോളായിട്ടോ അല്ലെങ്കിൽ മെസ്സേജായിട്ടോ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതായിട്ടോ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ പാസ്റ്റിൽ എപ്പോഴോ സ്വപ്നം കണ്ടത്, നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന കുറേ മൂമെൻറ്റ്സ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു 6 ഓഫ് കപ്പ് പറയുന്നത്. അതുപോലെ തന്നെ പണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നു എന്നാണ്. അതിന് സാക്ഷിയായിട്ട് നിങ്ങളുടെ വിശ്വസ്തരായിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ഇത് കുറേ ആൾക്കാർക്ക് നിങ്ങൾ കുറേ നാളുകൊണ്ട് കണക്ട് ചെയ്യാതിരുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളോ അവരൊക്കെ തിരിച്ചു വരുന്നതോ അങ്ങനെ ആയിരിക്കാം. അതുപോലെ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോകുന്നതായും കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇമോഷണലി വളരെയധികം ഹാപ്പി ആയിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കണക്റ്റഡ് ആയ ഒരു സ്ഥലത്തേക്ക്, അവിടേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് ഇവിടെ ഒരു അവസാനമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. ഇത് ചിലപ്പോൾ ഒരു പൈസയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു പൈസ അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഈ സമയം നിങ്ങളൊരു ലോണിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ലോണൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സമയം പൈസയ്ക്ക് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരാനുള്ളൊരു സാധ്യതയില്ല. അപ്പോൾ ശരിക്കും നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്.
നിങ്ങൾ പാസ്റ്റിൽ ഹാർഡ് വർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ ഒരു സമയം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മൊബൈലൊക്കെ വാങ്ങണമെന്ന് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം, നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങണമെന്ന്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ബാഗ് വാങ്ങിക്കാനോ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. കുറേയധികം ആൾക്കാർക്കും അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ആ ഒരു ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ പ്രൗഡായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് സ്വയം ഒരു തിരിച്ചറിവുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. ഒരു ഹാപ്പിനെസ്സും അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സമയമാണ് ഈ ഒരു സമയമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.